Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഇത് കണ്ടോ, ഇത് മുഴുവൻ ഞങ്ങളുടെ കുട്ടികൾ, ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റ അല്ല. സെറ്റ് എക്സാമിന് ഏറ്റവും നല്ല റിസൾട്ടോട് കൂടി തന്നെയാണ് CC ഈ പ്രാവശ്യവും വന്നിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും നോർമലി സെറ്റ് എക്സാമിന് ഏറ്റവും നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് ഉണ്ടാവാറ്. ഈ പ്രാവശ്യവും അത് ആവർത്തിച്ചു. ഇനി അടുത്ത തവണയും നമ്മൾ ഇത് ആവർത്തിക്കും അല്ലേ. ഇപ്പോൾ സെറ്റ് എക്സാം എഴുതിയിട്ട് വളരെ കുറച്ച് മാർക്കുകൾക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ കുട്ടികളുണ്ടാവും ഈ ഒരു വീഡിയോ കാണുന്നത് അല്ലേ. 1 മാർക്കിനും 2 മാർക്കിനൊക്കെ അത് ദൗർഭാഗ്യകരമാണ്. നമ്മൾ എന്ത് പറയാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് കരുതി നിങ്ങൾ തോറ്റു പിന്മാറുകയൊന്നും ചെയ്യരുത്. ഒരിക്കലും സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാതെ ഇരിക്കരുത്. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചു വേണം അല്ലേ. നിരാശപ്പെട്ടിരിക്കാനുള്ള ഒരു സമയം കഴിഞ്ഞു. കാരണം എക്സാം വന്നതിൻ്റെ പിറ്റേ ദിവസമോ പിറ്റേ ആഴ്ച വരെ 2 ആഴ്ച വരെയൊക്കെ നമുക്ക് നിരാശപ്പെടാനുള്ള സമയമായിരുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കാനുള്ള സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക അല്ലേ. നിങ്ങൾ ചിലപ്പോൾ പലരും ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടാവും. സാരമില്ല, അവർക്ക് ഇനിയൊരു അവസരം, ഇനിയുണ്ട് അവസരം. കാരണം വെച്ചാൽ ഇനിയൊരു HSLC എക്സാം വരാനുള്ള സമയമുണ്ടല്ലോ. പക്ഷേ അതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നോൺ വെക്കേഷണൽ ടീച്ചേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത്, ഇപ്പോൾ HSST കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വരാൻ പോകുന്ന അടുത്ത എക്സാം എന്ന് പറയുന്നത് VHSCയിൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മുടെ മുമ്പിലില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇനി വരുന്ന NVHSC എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിഷമമൊക്കെ മാറ്റിവെച്ച് പഠനം ഒന്ന് അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടുന്നത് വരെ നമ്മൾ ഈ പഠനം അല്ലെ. സെറ്റ് എക്സാം ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രം നമുക്കൊരു ജോലി കിട്ടുമോ? ഒരിക്കലുമില്ല. സെറ്റ് എക്സാം ക്ലിയർ ചെയ്തവർ ഇതോടുകൂടി പഠനം നിർത്തുമോ? അവരും പഠനം നിർത്തരുത്. കാരണം എന്താ വെച്ചാൽ ഇനി വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ HSSC ആയാലും NVHSC ആയാലും എന്തായാലും വേറെ KV-ലോട്ടുള്ളതാണെങ്കിലോ ഇല്ലെങ്കിൽ നവോദയയിലോട്ടുള്ള എക്സാം ആണോ, ഇതിനെല്ലാത്തിനും നമ്മൾ ഈ പഠിക്കുന്ന സെയിം സിലബസ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പഠനം എങ്ങും സ്റ്റോപ്പ് ചെയ്യുന്നേ ഇല്ല. നമ്മുടെ മുമ്പിൽ അല്ലെ, നമ്മുടെ കയ്യിലൊരു ഗവൺമെൻറ് ജോബ് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജോബ് എന്ന് പറയുന്നത് അത്ര ഗ്ലാമറസ് ആയിട്ടുള്ള ജോലി, ഒരു ഹൈ പ്രൊഫൈൽ ജോബാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠനമൊന്നും നിങ്ങൾ ഒരിക്കലും നിർത്തരുത്. പഠിക്കുക, പഠനം കണ്ടിന്യൂ ചെയ്യുക. ഇനി ആദ്യമായിട്ട് ചിലപ്പോൾ സെറ്റ് എക്സാം എഴുതാൻ പോകുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്നുള്ളതെല്ലാം നിങ്ങളൊരു പ്രീവിയസ് ഇയേഴ്സ്, ഒരു 3-4 വർഷത്തെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയൊന്ന് മനസ്സിലാക്കിയേക്കുക. CCയിലെ ഏറ്റവും നല്ല റിസൾട്ട് സെറ്റിനാണ് അല്ലേ. ഇപ്പോൾ സുവോളജിയെ സംബന്ധിച്ച് വരികയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് സുവോളജിക്കാണെന്ന് ഞാൻ പറയും. ഏറ്റവും അഭിമാനത്തോടു കൂടി പറയും. അതുപോലെ ഏറ്റവും നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ പറയുകയാണ്, ഏറ്റവും നല്ല രീതിയിലാണ് സെറ്റ് സുവോളജിയുടെ ക്ലാസ്സുകൾ നടന്നു പോയിരിക്കുന്നത്. സെറ്റ് സുവോളജി മാത്രമല്ല ഉള്ളത്, പല ബാച്ചുകളിലോട്ടുള്ള അഡ്മിഷനും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. അതിനോടൊപ്പം സെറ്റ് സുവോളജിയുടെ പുതിയ ബാച്ച് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. സെറ്റ് ആസ്ട്ര 5.0 എന്നാണ് ആ ബാച്ചിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഈ പ്രാവശ്യം എന്തായാലും സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ലോങ് ടൈം ബാച്ചാണ്. അപ്പോൾ സമയമില്ല. കാരണം വെച്ചാൽ ഇനി നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, ഇനിയിപ്പോൾ നമുക്ക് ഉടനെയൊന്നും എക്സാം എഴുതണ്ട, ഇനിയിപ്പോൾ ഒരു അടുത്ത HSST-യോടുകൂടി എഴുതിയാൽ മതിയെന്ന് അല്ലേ. അങ്ങനെയൊന്നല്ല വിചാരിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാംസിനെ അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇനി എന്തായാലും ഒരു HSST എക്സാം വരണമെങ്കിൽ ഒരു 3 വർഷം എന്തായാലും കഴിയണം. അതല്ലാതെ ഒരു HSST എക്സാം ഇനി വരാനില്ല. പക്ഷേ അതിനിടയ്ക്ക് എന്ത് വരും, NVHSC വരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടീച്ചർ ആകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നോൺ വൊക്കേഷണലും വൊക്കേഷണലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും സെയിം തന്നെ പോലെ തന്നെയാണ് അല്ലേ. സിലബസ് ഒക്കെ കുറച്ച് വ്യത്യാസം മാത്രമുണ്ട്. നോൺ വൊക്കേഷനിൽ നമ്മളൊരു ബയോളജി ടീച്ചർ ആകുമ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറിയിൽ നമ്മളൊരു സുവോളജി അധ്യാപിക മാത്രമാകും അല്ലേ. അവിടെ സുവോളജി മാത്രം പഠിപ്പിച്ചാൽ മതി. അതേസമയം നോൺ വെക്കേഷൻ ആകുമ്പോഴത്തേക്കും അവിടെ എന്തുകൂടി പഠിപ്പിക്കണം, ബോട്ടണി കൂടി പഠിപ്പിക്കേണ്ടി വരും. അത്രമാത്രമാണ് അവിടെ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന അടുത്ത ചാൻസ് എന്ന് പറയുന്നത് നോൺ വെക്കേഷനാണ്. മിക്കവാറും സീനിയർ പോസ്റ്റിലോട്ട്, ഇപ്പോൾ NVHSCയിലൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും സീനിയർ പോസ്റ്റിലോട്ടായിരിക്കും ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ജൂനിയർ ആയാലും സീനിയർ ആയാലും ഒരുപാട് വലിയ സാലറി സ്കെയിലിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വിധത്തിലും ഉറപ്പരുത്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നാളെ ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങിയേക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ സെറ്റ് സുവോളജിക്കാരെ സംബന്ധിച്ച് പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് അല്ലെ. ബയോകെമിസ്ട്രി പോർഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ബയോകെമിസ്ട്രി പോർഷൻ മാത്രമല്ല കേട്ടോ, എല്ലാ പോർഷൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്ന പോർഷൻസ് ആയിരിക്കും ചിലപ്പോൾ അടുത്ത പ്രാവശ്യം സെറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന പോർഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അടുത്ത പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാനേ പറ്റില്ല. എല്ലാ പോർഷൻസിനും ഒരുപോലെ ഈക്വലായിട്ട് പഠിച്ചാൽ മാത്രമേ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കൂ. അല്ലാതെ അവിടെ ഇവിടെയും കുറേശ്ശെ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഒരു അറിവ് കൊണ്ടോ നമുക്ക് ഒരിക്കലും സെറ്റ് എക്സാം പാസ്സാകാനായിട്ട് സാധിക്കുകയില്ല. വ്യക്തമായ സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ വേണം നിങ്ങളിത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്
പ്രോട്ടീൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്ലോട്ടാണ് അല്ലെ. നിങ്ങളൊരു മാപ്പ് കേട്ടിട്ടുണ്ടാവും, രാമചന്ദ്രൻ മാപ്പ് കേട്ടിട്ടുണ്ടല്ലോ. സെക്കൻഡ് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചർ, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാമാണ് രാമചന്ദ്രൻ മാപ്പ്. ഈ രാമചന്ദ്രൻ മാപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ക്വാണ്ടിറ്റീസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ടു പ്ലോട്ട് ദി രാമചന്ദ്രൻ പ്ലോട്ട്. വാട്ട് ക്വാണ്ടിറ്റീസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ടു പ്ലോട്ട് രാമചന്ദ്രൻ പ്ലോട്ട്. ഒരു രാമചന്ദ്രൻ മാപ്സിൽ പ്ലോട്ടുകൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫൈ ആൻഡ് ഒമേഗ, ഓപ്ഷൻ ബി ഒമേഗ ആൻഡ് സൈ, ഓപ്ഷൻ സി ഫൈ ആൻഡ് സൈ, ഓപ്ഷൻ ഡി ഒമേഗ ആൻഡ് എപ്സിലോൺ. നമുക്കറിയാം ഇവിടെ ഇപ്പം രാമചന്ദ്രൻ പ്ലോട്ടിനകത്ത് നമ്മൾ ഓരോ സ്ട്രക്ചറുകളും സെക്കൻഡറി സ്ട്രക്ചറുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇതിൽ എന്ത് ഉപയോഗിക്കുന്നത്? രാമചന്ദ്രൻ മാപ്പ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഓരോ സ്ട്രക്ചറുകളെയും ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടെ കാണപ്പെടുന്ന ഡൈഹൈഡ്രൽ ആംഗിൾസിന്റെ ബേസിലാണ്. എന്ത് ആംഗിൾസിന്റെ ബേസിലാണ്? ഡൈഹൈഡ്രൽ ആംഗിൾസ്. ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ഡൈഹൈഡ്രൽ ആംഗിൾസ് ആണുള്ളത്. ഏതെല്ലാമാണ്? സൈയും ഫൈയുമാണ്. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സൈയും ഫൈയുമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജി എൻ രാമചന്ദ്രൻ ഓൾസോ ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് കെരാറ്റിൻ, കൊളാജൻ, ഹീമോഗ്ലോബിൻ, ഇമ്മ്യൂണോഗ്ലോബിൻ. ഇതിനകത്ത് ഏത് സ്ട്രക്ചർ, അതായത് രാമചന്ദ്രൻ മാപ്പ് എന്ന് പറയുന്നത് ഒരു കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പോളിപെപ്റ്റൈഡ് തന്നു കഴിഞ്ഞാൽ ആ പോളിപെപ്റ്റൈഡിനകത്ത് ഓരോ സ്ട്രക്ചറും, അതിനകത്ത് സെക്കൻഡ് സ്ട്രക്ചറിൽ വരുന്ന ഒരു പോളിപെപ്റ്റൈഡ് ആണെങ്കിൽ അതിനകത്ത് ഏതാണ് അതിൻ്റെ പൊസിഷൻ എന്ന് കറക്റ്റായിട്ട് ലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാമചന്ദ്രൻ മാപ്പ് ഉപയോഗിക്കുന്നത്. ഇത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. ഏതാണ് ആ സ്ട്രക്ചർ എന്നാണ് ചോദിച്ചത്. ദാറ്റ് ഇസ് കൊളാജൻ ആണ് കേട്ടോ. ഏതാണ് സ്ട്രക്ചർ? കൊളാജൻ ആണ്. അടുത്തത്, വാട്ട് ഡസ് രാമചന്ദ്രൻ പ്ലോട്ട് റെപ്രസെന്റ്? വാട്ട് ഡസ് രാമചന്ദ്രൻ പ്ലോട്ട് റെപ്രസെന്റ്? bond length in the proteins, bond angles of the side chains, dihedral angles of psi and phi of amino acids, hydrogen bonding pattern. നമ്മൾ പറഞ്ഞു എപ്പോഴും രാമചന്ദ്രൻ പ്ലോട്ട് ചെയ്യപ്പെടുന്നത് എന്തിന്റെ ബേസിസിലാണ്? അതിനകത്ത് കാണപ്പെടുന്ന സൈ ആൻഡ് ഫൈ ആംഗിൾസിന്റെ ബേസിസിലാണ് അല്ലെ. അപ്പൊ നമുക്ക് എവിടെയാണ് സൈയും ഫൈയും കാണപ്പെടുന്നത് നോക്കാം. നമുക്കറിയാം കുറേ അമിനോ ആസിഡുകൾ ഉണ്ടാവും. ഓരോ അമിനോ ആസിഡ്സിനും ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ ഒരു ആൽഫ കാർബൺ ആറ്റം ഉണ്ടായിരിക്കും, ഒരു നോർമൽ കാർബൺ ആറ്റവും ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം. എപ്പോഴും ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഫോം ചെയ്യുന്നത് ഒരു സി ആൽഫ കാർബൺ ആറ്റത്തിനും ഒരു അമിനോ ഗ്രൂപ്പിനും ഇടയിലായിരിക്കും. ആർക്ക് തമ്മിലാണ്? ഒരു സി ആൽഫ കാർബൺ ആറ്റത്തിനും അതുപോലെ തന്നെ എൻ ടെർമിനലിനും ഇടയിലായിരിക്കും, അല്ലെങ്കിൽ എൻ അമിനോ ഗ്രൂപ്പിനും തമ്മിലായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? ഒരു ഫൈ എന്ന് പറയുന്ന ബോണ്ട് ഫോം ചെയ്യുന്നത്. അതേസമയം ഒരു സൈ ആണെങ്കിലോ, ഇത് ഫൈ ആണ്, സൈ ആണെങ്കിലോ സി ആൽഫയ്ക്കും തൊട്ടടുത്തുള്ള കാർബൺ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സി ബോണ്ടിനും അല്ലെങ്കിൽ സി ആറ്റത്തിനും ഇടയിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? സൈ ഫോം ചെയ്യുന്നത്. ഇനി അവിടെ ഒരു ഒമേഗ ബോണ്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 ബോണ്ടുകളാണ് നമ്മൾ സാധാരണ പറയാം. പെപ്റ്റൈഡ് ബോണ്ട്, സൈ ആൻഡ് ഫൈ ബോണ്ട് അല്ലെങ്കിൽ ഒമേഗ. അതായത് ഏത് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്പോൾ പെപ്റ്റൈഡ് ബോണ്ട് നമുക്കറിയാം അതൊരു പ്ലാനാർ ആണോ അല്ലെങ്കിൽ സിസ് ആണോ ട്രാൻസ് ആണോ എന്നൊക്കെ അനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും, അതിന്റെ പേരൊന്നും മാറും. ചിലപ്പോൾ ഒമേഗ പെപ്റ്റൈഡ് ബോണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ഒരിക്കലും ഒമേഗ ബോണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാറില്ല? കൺസിഡർ ചെയ്യാറില്ല. അതിൻ്റെ കാരണം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഒമേഗ ബോണ്ട് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഡബിൾ ഹൈഡ്രജൻ ബോണ്ടാണ്. അല്ലെങ്കിൽ പാർഷ്യൽ ഡബിൾ ഹൈഡ്രജൻ എന്നല്ല, പാർഷ്യൽ ഡബിൾ ബോണ്ടിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഈ ഒമേഗ ബോണ്ട് എന്ന് പറയുന്നത്. അതൊരു പ്ലാനാർ ബോണ്ടാണ്. 180 ഡിഗ്രിയിലും മാത്രം റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഈ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്ലെയിൻ ആണ് അല്ലെ. ആ പ്ലെയിനിൽ മാത്രം കാണപ്പെടുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഒമേഗ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അതേസമയം സൈ ആണെങ്കിലും ഫൈ ആണെങ്കിലും ഈ സി ആൽഫ കാർബണാറ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇവർക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവരുടെ റൊട്ടേഷൻ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഇപ്പൊ റൊട്ടേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇവർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇപ്പൊ സൈ ആണെങ്കിൽ ഫൈ ആണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ കാർബൺ ആറ്റത്തിന് ചുറ്റും എന്ത് ചെയ്യാൻ സാധിക്കും? കറങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന കാർബൺ ആറ്റത്തിൽ തൊട്ടടുത്തുള്ള ഫൈ ആണെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഇവരെ സമ്മതിക്കും. പക്ഷെ ഒമേഗ കാർബൺ ആറ്റം എന്ത് ചെയ്യില്ല? അതിൽ ഒരു രീതിയിലുമുള്ള റൊട്ടേഷൻസിന് വിധേയമാകില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഡൈഹൈഡ്രൽ ആംഗിൾസിനകത്ത് കൺസിഡർ ചെയ്യപ്പെടാതെ പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ്. അതൊരു പ്ലാനാർ ബോണ്ടാണ്. അല്ലെങ്കിൽ പാർഷ്യലി ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് ഏതെന്ന് പറയുന്നത്? ഒമേഗ ബോണ്ട്. ഇവിടെ രാമചന്ദ്രൻ മാപ്പ് എന്ന് പറയുന്നത് അല്ലെ രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എത്ര ആംഗിൾസിനെയാണ്? 5 ആംഗിൾസിനെയും സൈ ആംഗിൾസിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 5 ആംഗിൾസ് കാണപ്പെടുന്നത് ആരെല്ലാം ഇടയ്ക്കാണ്? 5 ആംഗിൾസ് എന്ന് പറയുന്നത് സി ആൽഫയും അല്ലെങ്കിൽ ആൽഫ കാർബൺ ആറ്റവും അമിനോ ഗ്രൂപ്പും തമ്മിലായിരിക്കും. അതേസമയം ഫൈ എന്ന് പറയുന്നതോ
സോറി ഫൈ എന്ന് പറയുന്നതാണ് സി ആൽഫയും അതുപോലെ തന്നെ അമിനോ ഗ്രൂപ്പും തമ്മിലുള്ളത്. സൈ എന്ന് പറയുന്നത് ആൽഫ കാർബൺ ആറ്റവും അതുപോലെ തന്നെ അരി തമ്മിലുള്ള തൊട്ടടുത്തുള്ള കാർബൺ ഗ്രൂപ്പ് തമ്മിലുള്ള ബോണ്ടേജിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 2 ബോണ്ടുകൾ, ഈ 3 ബോണ്ടുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ ഒരു പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്രോട്ടീൻസിനകത്ത് എത്ര ബോണ്ടുകൾ ഉണ്ടാവും? 3 ബോണ്ടുകൾ ഉണ്ടാവും. ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവും, ഒരു സൈ ബോണ്ട് ഉണ്ടാവും, ഒരു ഫൈ ബോണ്ട് ഉണ്ടാവും. ഈ ബോണ്ടുകളെ നമ്മൾ പറയുന്ന പേരാണ് ഡൈഹൈഡ്രൽ ആംഗിൾസ്. രാമചന്ദ്രൻ മാപ്പ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോളിപെപ്റ്റൈഡിനകത്ത് ഈ ആംഗിൾസ് അല്ലെങ്കിൽ ഈ അമിനോ ആസിഡ്സ് ഏത് തരത്തിലുള്ള റൊട്ടേഷൻസ് ആണ്. ചിലതിനൊക്കെ നമുക്കറിയാം സെക്കൻഡ് സ്ട്രക്ചറിനകത്ത് 2 തരത്തിലുള്ള കൺഫർമേഷൻസ് വരും അല്ലെ. ബീറ്റ പ്ലേറ്റഡ് ആയിട്ട് വരുന്നവയും ഉണ്ട്, നല്ല ഹെലിക്കൽ സ്ട്രക്ചറിൽ വരുന്ന ആൽഫ ഹെലിക്സ് ഫോം ചെയ്യുന്നവയുണ്ട്. അങ്ങനെ 2 സ്ട്രക്ചറുകളാണ് ഏതൊരു പ്രോട്ടീൻ എടുത്താലും. ഇപ്പൊ സെക്കൻഡ് സ്ട്രക്ചറിലുള്ള ഒരു പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കാം. ആ സെക്കൻഡ് സ്ട്രക്ചറിലുള്ള ഒരു പ്രോട്ടീൻസ് വരുമ്പോൾ അതിന് 2 കൺഫർമേഷൻസ് ആണുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു ആൽഫ ഹെലിക്സ് ആയിട്ട് ഫോം ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ എന്തായിട്ട് ഫോം ചെയ്യുന്നവരുണ്ടാവാം, ഇതൊരു ബീറ്റ പ്ലേറ്റഡ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളവയുണ്ടാവും അല്ലെ. ബീറ്റ പ്ലേറ്റഡ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളവയുണ്ടാവും, ആൽഫ ഹെലിക്സ് ഫോം ചെയ്തിട്ടുള്ളവയും ആവും. ഇതിനകത്ത് ആൽഫ ഹെലിക്സ് ആണെങ്കിലും ബീറ്റ പ്ലേറ്റഡ് ആണെങ്കിലും ഇവര് ഇപ്പൊ ആ ഒരു പോളിപെപ്റ്റൈഡ് അതിനകത്ത് ഉള്ള ഓരോ ചെയിനുകളും ഏത് കൺഫർമേഷനിലാണ് കാണിക്കുന്നത്. ഇവര് ബീറ്റ പ്ലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഇവര് ആൽഫ ഹെലിക്സ് ആണോ, ഇല്ലെങ്കിൽ ബീറ്റ ഹെലിക്സ് ആണോ, ഇങ്ങനെ ഏത് ഹെലിക്സ് ആണ്, ഏത് ആൽഫയാണ്, ഏത് പ്ലേറ്റഡ് ആണ് എന്നെല്ലാം ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്ലോട്ടിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ആ രാമചന്ദ്രൻ പ്ലോട്ട് എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തിനടിസ്ഥാനമാക്കിയ, അതായത് ഒരു സ്ട്രക്ചർ നല്ലതായിട്ട് ഹൈലി കോയിലാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനകത്തുള്ള അമിനോ ആസിഡ്സുകൾ എന്ത് ചെയ്യണം, പരസ്പരം നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യണം. ഒരു കാർബൺ ആറ്റത്തിന് ചുറ്റി എന്ത് ചെയ്തേ മതിയാവൂ, ഒരു പ്രത്യേക രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ ആ റൊട്ടേഷൻ അനുവദിക്കുന്ന 2 ആംഗിൾസേ എവിടെയുള്ളൂ, ഒരു അമിനോ ആസിഡ് ഒരു പോളിപെപ്റ്റൈഡിലുള്ളൂ. ആ റൊട്ടേഷൻ അനുവദിക്കുന്ന ആംഗിൾസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സൈ എന്നും ഫൈ എന്നും പറയുന്നത്. അതിനകത്ത് സൈ എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുക, ഒരു ആൽഫ കാർബൺ ആറ്റവും തമ്മിലാണ് സൈ കാണപ്പെടുക. അതേസമയം ഒരു ആൽഫ കാർബൺ ആറ്റവും തൊട്ടടുത്തുള്ള അമിനോ ഗ്രൂപ്പും തമ്മിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മൾ അതൊന്ന് വിളിക്കാം ഫൈ എന്നും വിളിക്കും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായാലോ? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. What does a Ramachandran plot represent? The bond length in proteins, bond angles of side chain, dihedral angle psi and phi of amino acids, hydrogen bonding pattern. ഇതിനകത്ത് ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. The phi angle is defined around which bond? The phi angle is defined around which bond? നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഫൈയും സൈയും ഉണ്ട്. ഫൈ എന്ന് പറയുന്ന ആരൊക്കെ ഇടയിലാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഒരു ആൽഫ കാർബൺ ആറ്റവും അതുപോലെ തന്നെ നൈട്രജൻ ഗ്രൂപ്പും തമ്മിലിടയ്ക്കാണ് എന്ത് കാണപ്പെടുന്നത്, സൈ കണ്ടുവരുന്നത്, നോട്ട് സൈ ഫൈ കണ്ടുവരുന്നത്. അപ്പൊ അതേസമയം സൈ ആണെങ്കിലോ ആർക്കൊക്കെ ഇടയിലാണ്, ആൽഫ കാർബൺ ആറ്റത്തിനും തൊട്ടടുത്തുള്ള ഒരു കാർബൺ ആറ്റത്തിനും തമ്മിലായിരിക്കും സൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഈസ് ഗ്ലൈസിൻ ഓഫൺ ഫൗണ്ട് ഇൻ അൺയൂഷ്വൽ റീജിയൻസ് ഓഫ് ദി പ്ലോട്ട്? ഓപ്ഷൻ എ, ഇറ്റ് ഹാസ് എ ബൾക്കി സൈഡ് ചെയിൻ. ഓപ്ഷൻ ബി, ഇറ്റ് ലാക്സ് എ സൈഡ് ചെയിൻ. That's why it is highly flexibility. Option C, it forms more hydrogen bonds. Option D, it is always charged. ഇതിനകത്ത് ഏതാണ്? നമുക്കറിയാം ഗ്ലൈസിൻ എന്ന് പറയുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ് അല്ലെ. ഗ്ലൈസിന്റെ സ്ട്രക്ചർ എങ്ങനെ നമ്മൾ വരയ്ക്കുക? ഏറ്റവും അതിനകത്ത് ഒരു സൈഡ് ചെയിൻ ആയിട്ട് വരുന്നത് ഏതാണ്? സാധാരണഗതിയിൽ നോർമലി ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും, സൈഡ് ചെയിൻ ഉണ്ടാവും, ഒരു എച്ച് ഉണ്ടാവും അല്ലെ. അതാണ് ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്. ഇതൊരു കാർബൺ ആറ്റം, ഒരിടത്ത് എന്തുണ്ടാവും, COH ഗ്രൂപ്പ് ഉണ്ടാവും, ഒരിടത്ത് ഒരു NH ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ ഒരിടത്ത് ഒരു H ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ ഇവിടുത്തെ ഒരു സൈഡ് ചെയിൻ ഉണ്ടാവും. ഇത്രയുമാണ് ഒരു ബേസിക് അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഈ 6 ഗ്രൂപ്പിന് പകരം, അതായത് അവിടെയുള്ള സൈഡ് ചെയിന് പകരം അവിടെ എന്ത് വരും, സൈഡ് ചെയിന് പകരം ഒരു സിമ്പിൾ ഹൈഡ്രജൻ ആറ്റം ആണ് വരുന്നതെങ്കിൽ ഇതെന്തായി, ഇതൊരു ഗ്ലൈസിനായി അല്ലെ. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ചെയിൻ ആണ് ഏതെന്ന് പറയുന്നത്, ഗ്ലൈസിൻ എന്ന് പറയുന്നത്. ഇതിനൊരു സൈഡ് ചെയിൻ അല്ലെങ്കിൽ മറ്റുള്ള ഇതിനെ സംബന്ധിച്ച് ഒരു അരോമാറ്റിക് റിങ്സുകളോ ഇല്ലെങ്കിൽ ബ്രാഞ്ച് സ്ട്രക്ചറുകളോ ഒന്നുമില്ല. വേറെ ഒരു ഹൈഡ്രജൻ മാത്രമാണ് അതിൻ്റെ സൈഡ് ചെയിൻ ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും, ഇവർക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഏത് കൺഫർമേഷൻ വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അറ്റൈൻ ചെയ്യും. ഇവർക്കൊരു ബീറ്റ പ്ലേറ്റഡ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് പറ്റും. ഒരു ആൽഫ ഹെലിക്സ് എല്ലാ സ്ട്രക്ചറിലോട്ടാണ് മാറേണ്ടതെങ്കിൽ അതിനും എന്ത് ചെയ്യാൻ സാധിക്കും, വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഗ്ലൈസിന് ഒരു അൺയൂഷ്വൽ റീജിയൻസ് ഓഫ് ദി പ്ലോട്ടിൽ? കാരണം ഇവരെന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ്. ഇവിടെ ഒരു സ്റ്റെറിക് ഇൻഹെറിറ്റൻസ് ഒന്നും ഉണ്ടാവുകയേ ഇല്ല അല്ലെ. എന്തുകൊണ്ടാണ്? ഇറ്റ് ലാക്സ് എ സൈഡ് ചെയിൻ.
ഓർ ഫ്ലൈലി ഫ്ലെക്സിബിൾ. ഇതെന്താണ് പറഞ്ഞത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അവർക്ക് എന്തില്ല? ഒരു സൈഡ് ചെയിൻസും ഇല്ല. ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല. കാരണം ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ആര് കാണിക്കുന്നത്? ഈ പറയുന്ന ഗ്ലൈസിൻ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും അൺയൂഷ്വൽ ആയിട്ടുള്ള റീജിയൻസിലെല്ലാം എന്ത് ചെയ്യും? അതേസമയം ആൽഫ പ്ലേറ്റഡ് ആണെങ്കിലോ ബീറ്റ പ്ലേറ്റഡ് ആണെങ്കിലോ അവരുടെ ഒരു റൊട്ടേഷന് ഒരു പർട്ടിക്കുലർ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് അല്ലെ, ഒരു പർട്ടിക്കുലർ എക്സ്റ്റെൻഡ് വരെ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനപ്പുറം അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അവർക്ക് ഒരിക്കലും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം ഗ്ലൈസിൻ അങ്ങനെയല്ല, സൈഡ് ചെയിൻ ഇല്ലാത്തതുകൊണ്ട് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചാർജ് അല്ലെങ്കിൽ ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമിനോ ആസിഡ് ഹാസ് ദ മോസ്റ്റ് റെസ്ട്രിക്റ്റഡ് കൺഫർമേഷണൽ സ്പേസ്? ഗ്ലൈസിൻ, അലനിൻ, പ്രോളിൻ ആൻഡ് സെറിൻ. ഇതിനകത്ത് ഏതിനാണ്? അപ്പോൾ നമുക്കറിയാം സൈഡ് ചെയിനിന്റെ അല്ലെങ്കിൽ ആർ ഗ്രൂപ്പിന്റെ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടിക്കൊണ്ടിരിക്കും? സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടിക്കൊണ്ടിരിക്കും. അതായത് ആ രണ്ട് ബോണ്ടുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് കുറയും, അവിടെ ഒരു തടസ്സം വരും അല്ലെ, തീർച്ചയായിട്ടും. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്ലൈസിനകത്ത് എച്ച് എന്ന് പറയുന്നതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് എങ്കിൽ അതിന് ഏത് രീതിയിലുള്ള ഇന്ററാക്ഷൻസ് വേണമെങ്കിലും അത് അലോ ചെയ്യും. അതേസമയം ആ എച്ചിന്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു റിങ് വന്നു എന്ന് വിചാരിക്കുക, ഒരു അരോമാറ്റിക് റിങ്ങോ അലിഫാറ്റിക് റിങ്ങോ അങ്ങനെ ഏതെങ്കിലും ഒരു റിംഗ് സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? അവിടെ ഒരു ഹിൻഡ്രൻസ് വരും, അവിടെ ഒരു ഇൻഹിബിഷൻ വരും. അതുകൊണ്ട് തന്നെ ആ മോസ്റ്റ് റെസ്ട്രിക്റ്റഡ് കൺഫർമേഷൻ സ്പേസിൽ വരുന്ന ഒരു അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? പ്രോളിൻ ആണ്. എന്തുകൊണ്ടാണ് പ്രോളിൻ വരാൻ കാരണം? കാരണം അതിന് സൈഡ് ചെയിൻ ഉണ്ട്. സൈഡ് ചെയിൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു അരോമാറ്റിക് റിംഗ് ആയിരിക്കും. ഒരു അരോമാറ്റിക് റിംഗ് സ്ട്രക്ചറോട് കൂടിയിട്ടുള്ളവയാണ് ഏതെന്ന് പറയുന്നത്? പ്രോളിൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കുക, ദി ബീറ്റ ഷീറ്റ് റീജിയൻ ഇൻ ദ രാമചന്ദ്രൻ പ്ലോട്ട് ഈസ് ടിപ്പിക്കലി ലൊക്കേറ്റഡ് അറ്റ് ഓപ്ഷൻ എ 560 psi 40, 560, 540, psi 120, 5 120. ഓപ്ഷൻ ഡി മൈനസ് ആണ്. മൈനസ് പ്ലസ് എല്ലാം നോക്കിക്കോണം. psi 0, 5 180. ഇതിനകത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് 4 ക്വാഡ്രറ്റുകളുണ്ട് അല്ലെ, 4 ക്വാഡ്രറ്റുകളുണ്ട്. ഇതിനകത്ത് ഇതാണ് റൈറ്റ് റീജിയൻസ്, ഇത് ലെഫ്റ്റ് റീജിയനും, ഇത് അപ്പർ ലെഫ്റ്റ്, അപ്പർ റൈറ്റ്, ഇത് അപ്പർ ലെഫ്റ്റ്, ഇത് ലോവർ ലെഫ്റ്റ്, ഇത് ലോവർ റൈറ്റ്. ഇത്രയും റീജിയൻസ് ആണുള്ളത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടുത്തെ വൈ ആക്സിസിനകത്ത് എന്താ ഉള്ളത്? ഇവിടെ 2 ആംഗിൾസ് ഉണ്ട് അല്ലെ. വൈ ആംഗിൾസിനാണ് സൈ ആംഗിൾസ് വരിക. ലെഫ്റ്റ് ആംഗിൾസിനകത്ത് അല്ലെങ്കിൽ എക്സിനകത്ത് ഫൈയും വൈക്കകത്ത് എന്തും വരും? സൈ വരും അല്ലെ. ഇതിനൊരു നെഗറ്റീവ് ചാർജ് മുതൽ പോസിറ്റീവ് ചാർജ് വരെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിന് ഈ ക്വാഡ്രറ്റ് മുതൽ ഈ ക്വാഡ്രറ്റ് വരെ ഇതിന്റെ സൈയുടെ ചാർജ് എന്ന് പറയുന്നത് -180 to 0 ആണ്. 180 to 0 സൈയുടെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? -180 to 0. അതേസമയം ഈ ഒരു പോയിന്റ് മുതൽ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ വരെ, അതിന്റെ 2 വരെ ഉള്ള റീജിയൻസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പോസിറ്റീവ് വാല്യൂം ആയിരിക്കും. 2 വാല്യൂസ് വരും. ഫൈക്കും സൈക്കും 2 വാല്യൂസ് ഉണ്ട്, പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്, നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. ഇതിനകത്ത് നെഗറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത് ഏത് കോർണറിൽ വരിക? റൈറ്റ് കോർണറിൽ വരിക. നോട്ടി ലെഫ്റ്റ് ലോവർ ലെഫ്റ്റിലും വരും. റൈറ്റ് ലോവർ റീജിയൻസിനകത്ത് 5 പോസിറ്റീവ് ആയിരിക്കും കാണുക അല്ലെ. അതുപോലെ തന്നെയാണ് തിരിച്ചും. സൈയും ഉണ്ട്, ഫൈയും ഉണ്ട്, പോസിറ്റീവ് ഡിഗ്രിയും ഉണ്ട്, നെഗറ്റീവ് ഡിഗ്രിയും ഉണ്ട്. ഇതിനകത്ത് ഓരോ പ്ലേറ്റിനും നമുക്കറിയാം ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ആൽഫ ഹെലിക്സ് ആണ്. ആൽഫ ഹെലിക്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതും റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ്. റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണ് ഏറ്റവും കൂടുതൽ പോളിപെപ്റ്റൈഡിൽ കണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വരുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് -സൈയും -ഫൈയും ആയിരിക്കും. എങ്ങനെയാ വരിക? അതായത് ഒരു റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചാർജ് എന്ന് പറയുന്നത് ഒരു -സൈ ചാർജും -ഫൈ ആയിരിക്കും. ഇനി നോക്കിക്കേ, -സൈയും +സൈയും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു തരത്തിലുമുള്ള എന്ത് നടക്കില്ല? ഒരു തരത്തിലുമുള്ള ഇല്ലെങ്കിൽ അതൊരു ഡിസ്അലൗഡ് റീജിയൻസ് ആണ്. അത് രാമചന്ദ്രൻ പ്ലോട്ടിനെ സംബന്ധിച്ച് ഒരു ഡിസ്അലൗഡ്, ഒരു രീതിയിലുമുള്ള റൊട്ടേഷൻസ് നടക്കാൻ സാധ്യതയില്ലാത്ത റീജിയൻ. ആ റീജിയൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്അലൗഡ് റീജിയൻസ് എന്ന് പറയുന്നത്. ഈ സൈ മുതൽ, അതായത് പോസിറ്റീവ് ഫൈയും നെഗറ്റീവ് സൈയും ആണെങ്കിൽ ഈ റീജിയൻസ് എങ്ങനെയായിരിക്കും? ഡിസ്അലൗഡ് റീജിയൻസ് ആയിരിക്കും. ഒരു രീതിയിലുള്ള കൺഫർമേഷൻസും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള റൊട്ടേഷൻസിനും ആരനുവദിക്കില്ല? ആ പോളിപെപ്റ്റൈഡ് ചെയിനിലെ അമിനോ ആസിഡ്സിന് അനുവദിക്കാൻ സാധിക്കില്ല. അതേസമയം പോസിറ്റീവ് ഫൈയും അതുപോലെ -ഫൈയും ആണെങ്കിൽ അവിടെ എന്ത് വരും? ഒരു ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ വരും. എന്താ പറഞ്ഞത്? നെഗറ്റീവ് ഫൈയും പോസിറ്റീവ് ഫൈയും ആണെങ്കിൽ അവിടെ എന്ത് വരും? ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ വരും. ഇനി ഫൈയും സൈയും പോസിറ്റീവ് ആകുന്ന കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കാം.
സൈയും പോസിറ്റീവ് ഫൈയും പോസിറ്റീവ് അങ്ങനെ വരുന്ന കണ്ടീഷനിലാണ് ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് വരിക. വളരെ റയർ ആയിട്ട് വരുന്ന ഹെലിക്സ് ഏതാണ്? ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ്. ഇതാണ് ഒരു രാമചന്ദ്രൻ പ്ലോട്ട് രാമചന്ദ്രൻ പ്ലോട്ട് അനുസരിച്ച് 4 ക്വാഡ്രാറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ലോവർ സൈഡിൽ കാണുന്ന റൈറ്റ് റീജിയനിൽ ലോവർ സൈഡിൽ കാണപ്പെടുന്നതിനകത്ത് ഒരു രീതിയിലുമുള്ള എന്താണെങ്കിൽ ഒരു ഡിസലൗഡ് റീജിയൻസ് ആണ്. അതെന്തുകൊണ്ടാണ്? സ്റ്റെറിഹിഡ്രൻസ് അത്രമേൽ കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അതൊരു ഡിസലൗഡ് റീജിയൻസ് ആയിട്ട് മാറുക. അതേസമയം റൈറ്റ് അപ്പർ റീജിയൻസിനകത്ത് ഏറ്റവും റെയർ ആയിട്ടുള്ള ഫോംസ് ആണ് കാണപ്പെടുക. അവിടെയാണ് ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് വരിക. എന്നാൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഹെലിക്സ് എന്ന് പറയുന്നത് ആൽഫ ഹെലിക്സ് ആണ്. അതും റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ്. അതെവിടെയാണ് കാണുക? അത് ലോവർ റൈറ്റ് റീജിയൻസിലായിരിക്കും, ലോവർ ലെഫ്റ്റ് റീജിയൻസിലായിരിക്കും കാണുക. അതേസമയം ലെഫ്റ്റ് റീജിയനിലാണ് സാധാരണഗതിയിൽ എന്ത് കാണപ്പെടുന്നത്? ബീറ്റാ ഷീറ്റ് കണ്ടുവരുന്നത്. ഇതാണ് ഒരു രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ദ ബീറ്റാ ഷീറ്റ് റീജിയൻ ഇൻ ദ രാമചന്ദ്രൻ പ്ലോട്ട് ഈസ് ടിപ്പിക്കലി ലൊക്കേറ്റഡ് അറ്റ് ഓപ്ഷൻ സി ആണ്. അതായത് സൈ നെഗറ്റീവും അതുപോലെ തന്നെ ഫൈ എന്ന് പറയുന്നത് എന്തുമായിരിക്കണം? പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ എന്ത് വരൂ? ബീറ്റാ ഷീറ്റഡ് സ്ട്രക്ചർ വരൂ അല്ലെ. നമ്മൾ പറഞ്ഞു സൈ എന്ന് പറയുന്നത് പോസിറ്റീവും ഫൈ എന്ന് പറയുന്നത് ഏത് വാല്യൂം ആയിരിക്കണം? നെഗറ്റീവ് വാല്യൂം ആണെങ്കിൽ മാത്രമാണ് ബീറ്റാ ഷീറ്റ് റെപ്രസെന്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾ പഠിക്കാനുള്ള ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഏതെല്ലാം ക്വാഡ്രറ്റ്, ആ ക്വാഡ്രറ്റിൽ എവിടെയെല്ലാമാണ് ഈ ഷീറ്റുകൾ വരുന്നതെന്ന് വിചാരിക്കാം. ഈ ലോവർ റൈറ്റ് റീജിയൻസ് എന്ന് പറയുന്നത് ഒരു ഡിസലൗഡ് റീജിയൻസ് ആണ്. അപ്പോൾ ലോവർ റൈറ്റ് റീജിയൻസ് വരെങ്കിൽ ആംഗിൾസ് എങ്ങനെയൊക്കെ ആവണം? രണ്ടുമല്ല, ഒന്ന് ഫൈ പോസിറ്റീവും സൈ നെഗറ്റീവുമാണ്. എങ്കിൽ മാത്രമാണ് ഇവിടെ എന്ത് വരിക? ഇവിടെ ഒരു ഡിസലൗഡ് റീജിയൻസ് വരിക. ഇനി രണ്ടെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ, അതായത് സൈയും പോസിറ്റീവ് ഫൈയും പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്ത് റീജിയൻസ് വരും? അവിടെ ഒരു വളരെ റയർ ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് വരും. ഇനി ഫൈ നെഗറ്റീവും സൈ നെഗറ്റീവ് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ അവിടെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആൽഫ ഹെലിക്സ് കാണുക. സൈ പോസിറ്റീവും ഫൈ നെഗറ്റീവും ആണെങ്കിൽ അവിടെ എന്ത് വരും? ബീറ്റാ ഷീറ്റും വരും. ഈ ഒരു ആംഗിൾസും അതിൻ്റെ റീജിയൻസും ലൊക്കേഷനും അതുപോലെ തന്നെ എവിടെയാണ് ഈ സെക്കൻഡറി സ്ട്രക്ചർ കാണപ്പെടുന്നത് എന്നുമെല്ലാം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? രാമചന്ദ്രൻ പാപ്പ നല്ല സുഖമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബീറ്റാ ഷീറ്റ് വരുന്ന റീജിയൻ ഏതായിരുന്നു? പോസിറ്റീവ് സൈയും അതുപോലെ തന്നെ നെഗറ്റീവ് സൈയുമാണ്. ആംഗിൾസ് കാണാപ്പാടം പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഏകദേശം എഴുതാനായിട്ട് സാധിക്കും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. രാമചന്ദ്രൻ പ്ലോട്ട് ഈസ് മെയിൻലി യൂസ്ഡ് ടു Ramachandran plot is mainly used to sequence DNA, predict protein color, validate protein structure, measure molecular weight. ഇതിനെയാണ് ചെയ്യാം. തീർച്ചയായിട്ടും ഒരു പ്രോട്ടീൻ സ്ട്രക്ചറിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പ്രോട്ടീൻ സ്ട്രക്ചർ ഏത് സ്ട്രക്ചറാണ്? പ്രോട്ടീൻസ് നമുക്കറിയാം 4 തരത്തിലുള്ള സ്ട്രക്ചർ ഉണ്ട്. പ്രൈമറി, സെക്കൻഡറി, ക്വാട്ടർണറി ആൻഡ് ടെർഷണറി. ഇതിനകത്ത് 4 സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. സെക്കൻഡറി സ്ട്രക്ചർ ആണ് കേട്ടോ. വാലിഡേറ്റ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ഡിസലൗഡ് റീജിയൻസ് ഇൻ ദ പ്ലോട്ട് ഇൻഡിക്കേറ്റ്. നമ്മൾ പറഞ്ഞു എപ്പോഴും ലോവർ റൈറ്റ് റീജിയൻസിൽ കാണപ്പെടുന്ന റീജിയൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസലൗഡ് റീജിയൻസ് എന്ന് പറയുന്നത്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്റ്റേബിൾ കൺഫർമേഷൻസ്, സ്റ്റെറിക് ക്ലാഷസ്, ഹൈഡ്രജൻ ബോണ്ട്സ്, അയോണിക് ഇന്ററാക്ഷൻ. ഇന്നത്തെ എന്തിനാണ് കാണിക്കുന്നത്? സ്റ്റെറിക് ക്ലാഷസിനെയാണ് അല്ലെ. സ്റ്റെറിക് ക്ലാഷസ് അഥവാ സ്റ്റെറിഹിഡ്രൻസ് എന്ന് പറയും. അതിനെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡിസലൗഡ് റീജിയൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ടിപ്പിക്കൽ രാമചന്ദ്രൻ പ്ലോട്ട് വേർ വുഡ് യു എക്സ്പെക്ട് ടു ഫൈൻഡ് ദി കോർഡിനേറ്റ് ഫോർ റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ്? റൈറ്റ് ഹാൻഡ് ഒരു രാമചന്ദ്രൻ പ്ലോട്ടിനകത്ത് റൈറ്റ് ആൽഫ ഹെലിക്സ് നമ്മൾ പറഞ്ഞു ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പർ റൈറ്റ് ക്വാഡ്രേറ്റ്, ലോവർ റൈറ്റ് ക്വാഡ്രേറ്റ്, അപ്പർ ലെഫ്റ്റ് ക്വാഡ്രേറ്റ്, ലോവർ ലെഫ്റ്റ് ക്വാഡ്രേറ്റ്. ഇതിനകത്ത് എവിടെയായിരുന്നു? നമുക്കറിയാം ലെഫ്റ്റ് ക്വാഡ്രാറ്റിലാണ് അല്ലെ. താഴെയാണോ മുകളിലാണോ? താഴെയാണ്. ലോവർ ലെഫ്റ്റ് ക്വാഡ്രാറ്റിലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് രാമചന്ദ്രൻ മാപ്പിനെ കുറിച്ച് മാത്രമാണ്. ഇത്ര മാത്രം പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് എക്സാം പാസ്സാകാൻ സാധിക്കുമോ? സാധിക്കില്ല. പക്ഷേ ഇനിയുമുണ്ട് രാമചന്ദ്രൻ പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം അല്ലേ. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നോട്ടൊക്കെ എഴുതി ഒരു സെൽഫ് നോട്ടൊക്കെ എഴുതി പഠിക്കാനുള്ള സമയമുണ്ട്. അതേസമയം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ എക്സാം നടക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു പിന്നെ ഒരു ഹറിബറിയാകും. ആകെ ടെൻഷനോടുകൂടി വേണം പഠിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും? നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലൂടെ കാണാം. താങ്ക് യു. Download now CC Learning app.